കോഴിക്കോട് ജില്ലയിൽ വിവി പാറ്റുകൾ എണ്ണണമെന്നാവശ്യപ്പെട്ട UDF സ്ഥാനാർത്ഥികൾ മെറ്റീരിയൽ റൂം തുറന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരമാവധി ബൂത്തുകളിലെയും വിവി പാറ്റുകൾ എണ്ണണമെന്ന ആവശ്യവുമായി UDF രംഗത്തെത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കത്ത് നൽകി. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരും. അനീഷ്, നേരത്തെ വോട്ടിംഗ് യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട ചില ക്രമക്കേടുകൾ തുറക്കാൻ, സ്ട്രോങ് റൂമുകൾ തുറക്കാൻ ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ UDFന്റെ ആരോപണമായി കോഴിക്കോട് വന്നതാണ്. ഫാത്തിമ തഹ്ലിയൊക്കെ നേരിട്ട് ഇറങ്ങി ഈ വിഷയത്തിൽ സമരമൊക്കെ നടത്തിയതാണ്. ഇപ്പോൾ എന്താണ് പുതിയ ആരോപണം UDFന്റെ? തീർച്ചയായും ഒന്ന് രണ്ട് കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ചും JDT സ്കൂളിലും കൊയിലാണ്ടിയിലുമൊക്കെ സൂക്ഷിച്ചിരുന്ന ഈ വോട്ടിംഗ് മെഷീനുകളുടെ ഒരു സുരക്ഷയെക്കുറിച്ചുള്ള ഒരാശങ്ക നേരത്തെ തന്നെ UDF പങ്കുവച്ചിരുന്നു. അതിൽ പേരാമ്പ്ര മണ്ഡലത്തിൽ 3 മണിക്കൂറോളം ഈ സ്ട്രോങ് റൂമിനോട് ചേർന്നുള്ള മെറ്റീരിയൽ റൂം തുറന്നിരുന്നു എന്ന് നേരത്തെ തന്നെ UDF ആരോപിച്ചിരുന്നു. ഫാത്തിമ തഹ്ലിയുടെ പ്രതിനിധി അടക്കം ഈ സമയത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും എന്തിന് ഈ റൂം 3 മണിക്കൂറോളം തുറന്നു? അവിടെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ തുടങ്ങിയ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ ഉപയോഗിച്ചിരുന്നതായും UDF ആരോപിച്ചു. ഇത്തരമൊരു സാഹചര്യത്തിൽ അട്ടിമറി നടക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് UDF ഇപ്പോഴും കാണുന്നത്. അവർ ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. പക്ഷേ കളക്ടർ ഇക്കാര്യത്തിൽ കൃത്യമായൊരു പ്രതികരണം കളക്ടറുടെ ഭാഗത്തുനിന്നും നടത്തുന്നില്ല എന്നാണ് UDF പരാതിപ്പെടുന്നത്. പലതവണ ഇക്കാര്യത്തിൽ എന്ത് നടപടി എടുത്തുവെന്ന് ആവശ്യപ്പെടാനായി കളക്ടറെ ഫോണിൽ ബന്ധപ്പെട്ടു. ഫോൺ എടുക്കാത്ത സാഹചര്യം. ഒപ്പം നേരിട്ട് അദ്ദേഹത്തെ കാണാനുള്ള ഒരു സമയം ചോദിച്ചെങ്കിലും അതിന് സമയം നൽകാത്ത സാഹചര്യം. അതുകൊണ്ട് കളക്ടറുടെ കൂടെ ഒരു ഒത്താശയോടു കൂടിയാണ് ഇത്തരത്തിലൊരു അട്ടിമറി ശ്രമം നടക്കുന്നതെന്നാണ് UDF പറയുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളിൽ ഇപ്പോഴും ഉള്ളത്. വോട്ടുചോരി അടക്കമുള്ള വലിയ ആരോപണങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് വെച്ച് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയിൽ എന്തൊക്കെയോ നടക്കുന്നുവെന്ന ഒരു പ്രതീതി ജനിക്കുന്നുവെന്നും അവർ പറയുന്നു. അതുകൊണ്ട് 6 സ്ഥാനാർത്ഥികൾ ഒപ്പിട്ട ഒരു കത്ത് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരുന്നു. ബാലുശ്ശേരിയിലെയും കൊയിലാണ്ടിയിലെയും കുന്നമംഗലത്തെയും പേരാമ്പ്രയിലുമൊക്കെ, ഒപ്പം കോഴിക്കോട് നോർത്തിലെയും സ്ഥാനാർത്ഥികൾ ഒപ്പിട്ട കത്താണ് നൽകിയത്. അവരവരുടേതായ മണ്ഡലങ്ങളിൽ ഈ വിവി പാറ്റുകൾ പൂർണ്ണമായി എണ്ണണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിച്ചത്. അതായത് വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തുന്ന വോട്ടുകളുടെ എണ്ണവും വിവി പാറ്റിൽ നിക്ഷേപിച്ചിരിക്കുന്ന സ്ലിപ്പുകളുടെ എണ്ണവും ഒന്നാണ് എന്ന് കണ്ടെത്തുന്നതിനുള്ള പരിശോധന ഓരോ ഇടങ്ങളിലും നടത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. പിന്നീട് ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളുടെയും വിവി പാറ്റുകൾ ഇതുപോലെ എണ്ണണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നിലവിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ഒരു മണ്ഡലത്തിലെ 5 പോളിംഗ് ബൂത്തുകളിലെ വിവി പാറ്റ് സ്ലിപ്പുകളാണ് നിലവിൽ എണ്ണാൻ ചട്ടമുള്ളത്. അവയും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത പോളിംഗ് ബൂത്തുകളിലെ വിവി പാറ്റുകളാണ് നിലവിൽ എണ്ണുന്നത്. പക്ഷേ ഇത് മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലെയും എണ്ണണം എന്ന ഒരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നു. എല്ലാ ബൂത്തുകളിലെയും എണ്ണാൻ കഴിഞ്ഞില്ലെങ്കിൽ തങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്ന വോട്ടുകൾ ലഭിക്കുന്ന ചില പോളിംഗ് ബൂത്തുകളുണ്ട്. ആ പോളിംഗ് ബൂത്തുകളിലെ വോട്ടുകളുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസം വന്നാൽ ആ ബൂത്തുകളിലെ വിവി പാറ്റുകൾ എണ്ണണമെന്ന ആവശ്യം അപ്പോൾ തന്നെ മുന്നോട്ട് വെക്കും എന്നാണ് UDF നേതാക്കൾ പറയുന്നത്. തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം 5% വിവി പാറ്റുകൾ എണ്ണണമെന്ന നിർദ്ദേശമാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. നേരത്തെ 1% അല്ലെങ്കിൽ ഒരു ബൂത്തിലെ ഒരെണ്ണം മാത്രം എണ്ണമെന്ന നിർദ്ദേശമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത്. പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു മാറ്റം കൈക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറം തെരഞ്ഞെടുപ്പിനിടയിൽ അല്ലെങ്കിൽ ഈ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനിടയിൽ സ്ഥാനാർത്ഥികൾക്കോ ഏജന്റുമാർക്കോ ഒക്കെ സംശയമുണ്ടെങ്കിൽ അത് യുക്തിസഹമായി ആ പരാതി ഉന്നയിക്കാൻ കഴിയുന്നുവെങ്കിൽ അത്തരം വിവി പാറ്റ് സ്ലിപ്പുകൾ എണ്ണാം എന്നൊരു ചട്ടം ഉണ്ട്. അതിന് പ്രത്യേക ഫോമൊക്കെ നൽകുകയും വേണം. അത്തരത്തിൽ പരമാവധി ബൂത്തുകളിലെയും ഫോം നൽകി പരമാവധി ഇടങ്ങളിലെയും വോട്ടുകൾ വിവി പാറ്റുകൾ കൂടി ഒത്തുനോക്കി എണ്ണണമെന്ന ആവശ്യമായി മുന്നോട്ട് പോകുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതൊരു വലിയ പ്രോസസ്സാണ്, അല്ലെങ്കിൽ വലിയൊരു പ്രക്രിയയാണ്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നടക്കുന്നതിനിടയിൽ ഇത്തരം പരാതികളുമായി മുന്നോട്ട് വരുമ്പോൾ വോട്ടെണ്ണലിൻ്റെ വേഗതയെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒപ്പം അവസാന ഫലം ഇതും കൂടി ഒത്തുനോക്കിയിട്ട് മാത്രമേ പുറത്തുവിടാവൂ എന്നൊരു ആവശ്യത്തിലേക്ക് UDF എത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ ഫലങ്ങൾ പുറത്തു വരിക ഒരുപാട് താമസിച്ചാവും എന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ ഉറപ്പില്ല. എന്തായാലും വിവി പാറ്റുകൾ എണ്ണണമെന്ന ആവശ്യവുമായി കോൺഗ്രസും മുസ്ലിം ലീഗൊക്കെ മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോഴും എന്താണ് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്ന നിലപാട്? ഇവർ വിവി പാറ്റ് സ്ലിപ്പുകൾ എണ്ണണമെന്ന ഉന്നയിക്കപ്പെടുന്ന
എന്നുള്ളത് ആവശ്യം അംഗീകരിക്കുമോ എന്നുള്ളതാണ് കാണേണ്ടത്. എന്തായാലും നിലവിൽ തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും UDFുമായി ജില്ലയിൽ അത്ര നല്ല സുരക്ഷയില്ല, പ്രത്യേകിച്ചും ഈ സ്ട്രോങ് റൂമുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ദിനവും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ദിനവും വലിയ ഒരു അനിശ്ചിതത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. അതാണ് സാഹചര്യം. കോഴിക്കോട് ജില്ലയിൽ നിന്ന് കൂടുതൽ പരാതികൾ വരുന്നു. അതുപോലെ ഏറ്റവും ഒടുവിൽ UDFിൻ്റെ പരാതി VVPAT എണ്ണുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയും UDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുമാണ് ആവശ്യം. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.